Hi dears, welcome to HandEmbroidery. ഇന്ന് നമ്മൾ ഒരു റെഡ് കളറിലെ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കുറച്ച് കട്ട് ബീഡ്സ് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ട് യോക്കിൻ്റെ പോർഷനിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതുപോലെ ഞാൻ പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ കഴുത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്താ ഇതുപോലെ ഒരു ഓൾ ഓവർ ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷനിലാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 15 ഇഞ്ച് ആണ് വരുന്നത്. നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 12 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും ലീഫുകളും ഒക്കെ ആയിട്ട് സ്റ്റെമ്മുകളും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത പോലെയാണ് വർക്ക് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബീഡ്സും ത്രെഡും മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു റൗണ്ട് ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അന്ന് ചുറ്റിനും നമ്മൾ റിങ്ങിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലൊരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു 2 ടൈംസ് നീഡിലൊന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ ഒന്ന് താഴോട്ട് വടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. അപ്പോൾ അതിനാണ് റിംഗ് നോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ 2 ടൈംസാണ് നമ്മൾ നീഡിലിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. റിംഗ് നോട്ടൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ റിംഗ് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുമ്പ് ട്യൂട്ടോറിയൽസൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊരു 5 പെറ്റൽസ് വരുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും റിംഗ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 പോർഷനും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ കട്ട് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബീഡ് ഫിക്സ് ചെയ്തു, അതിന് തൊട്ട് മുമ്പിൽ അടുത്ത ബീഡ് ചെയ്തു, പിന്നെ ആദ്യം ചെയ്തതിൻ്റെ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്ത പോലെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കില്ല, അടുപ്പിച്ചടുപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അടുത്ത ബീഡിൽ തൊടാത്ത രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആര്യ നീഡിലിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ആ ഒരു ഫുള്ള് സ്റ്റെംസ് ഫുള്ള് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഓരോ ബീഡ്സുകളും നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇത് തന്നെ നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കാം. സ്ലീവിൽ നമുക്കൊരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സും അതുപോലെ തന്നെ സ്റ്റെംസും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ദുപ്പട്ടയിൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയിലും ഒരു പോർഷനിൽ ഇതുപോലെ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ബീഡ്സ് ഡിസൈൻ നമുക്ക് ഇതുപോലെ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാം. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള പോർഷനോടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ലീഫിന് ഞാൻ ഇതുപോലെ കട്ട് ബീഡ്സ് തന്നെ ഒരു 5 or 6 ബീഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഇങ്ങനെ അരികെ ചേർന്ന് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.